friends, welcome to Simis kitchen. This is നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരി വെച്ചിട്ട് ലഡു ആട്ടോ. ഇത് വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ദാ ഇതുപോലത്തെ ലഡു ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡു ആട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1/4 കപ്പ് ചവ്വരി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകണം. ഒരു 3 പ്രാവശ്യം കഴുകുക. കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കുക. ഇത് 2 മണിക്കൂർ നേരം ഇതുപോലെ ഇരിക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം മാറ്റാം കേട്ടോ. അപ്പോൾ ഇനി കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ 3 പ്രാവശ്യം കഴുകിയിട്ടാണല്ലോ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത്. ഇനി ഇതിലെ വെള്ളം മാറ്റാം. വെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഫുള്ളായിട്ടൊന്ന് പോകണം. ഇത് പോയതിന് ശേഷം ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാം. ഇനി ഇതുണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നല്ല ചുവട് കെട്ടുള്ളൊരു പാത്രം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. ഇതൊരു ചെറിയ ബ്രൗൺ നിറം ആകുന്നവരെ റോസ്റ്റ് ചെയ്യുക. കശുവണ്ടി മൂത്തിട്ടുണ്ട്. ഇത് നെയ്യിൻ്റെ അകത്തുനിന്ന് മാറ്റാം. ഇതിൽ കുറച്ച് നെയ്യുണ്ട് കേട്ടോ, അത് കുഴപ്പമില്ല. ഇതിലേക്ക് കുതിർത്ത് വെച്ചേക്കണ ചവ്വരി ഇട്ട് കൊടുക്കാം. ഈ ചവ്വരീനെ ഒന്ന് വേവിച്ചെടുക്കണം. അത് ഈ ചെറിയ തീയിൽ വേണം വേവിക്കാനായിട്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഇനി ലോ ഹീറ്റിൽ കിടന്ന് വേണം ഈ ചവ്വരി ഒന്ന് വെന്ത് വരാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് ആകുന്ന വരെ നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തീ ഒട്ടും തന്നെ കൂട്ടരുത്. ആ ചെറിയ തീയിൽ കിടന്ന് തന്നെ വേണം ഇത് വേകാനായിട്ട്. അതായത് ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ടായിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഈ ചവ്വരി ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ഒരു നല്ല വൈറ്റ് കളറിലല്ലേ കിടന്നിരുന്നത്. ഇതിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതുമായിട്ടൊന്ന് ചേരണം. അപ്പം പഞ്ചസാര ചേർക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഇത്രയും മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/3 ചേർത്താലും മതിയാകും. അപ്പോൾ ചെറിയ തീയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ചൂടാക്കുന്നത്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് ഫുഡ് കളർ ചേർക്കാം. ഇത് വെള്ളത്തിൽ കലക്കിയതാണ്. ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു യെല്ലോ കളറൊക്കെ വരുമ്പോൾ ഇത് കാണാനൊരു ഭംഗിയായിരിക്കും. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി പഞ്ചസാര ഒന്ന് വറ്റി വരണം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരമായിട്ടോ. അപ്പോൾ നമ്മൾ നെയ്യും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് ഇതാ ഇതുപോലെ ആട്ടോ അതിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർക്കാം. ഞാനൊരു 3 ഏലക്ക ആട്ടോ ചേർത്തേക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഫുഡ് കളർ ചേർക്കാതെ നമുക്ക് വൈറ്റ് കളറിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ മഞ്ഞ തന്നെ വേണമെന്നില്ല. വേറെ ഏതെങ്കിലും കളറൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. ഇതാ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഏലക്ക ചേർത്തതും അതിൻ്റെ അകത്തേക്ക് യോജിച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് ആറണം. നമുക്കിത് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉരുട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് പറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചെറിയ നമ്മൾ ലഡുവിന് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ ആ വലിപ്പത്തിലെടുത്തിട്ട് ഒന്ന് റോളാക്കിയെടുക്കാം. ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കറുത്ത മുന്തിരിയും കൂടെ വെച്ച് കൊടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. കയ്യിൽ ഒന്ന് കുറച്ച് നെയ്യ് പറ്റിക്കോളൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒട്ടിപ്പിടിക്കാണ്ട് ഉരുട്ടിയെടുക്കാൻ കിട്ടത്തുള്ളൂ. അത്രയും മാവ് വെച്ച് എനിക്ക് 10 ലഡു ആട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.